ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എന്ത് പറയണു? എന്തുണ്ട്? സുഖമായിട്ടിരിക്കണം എല്ലാവരും. എപ്പോഴും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലാട്ടുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ബോട്ടിലാട്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസൊക്കെ ആഴ്ചയിൽ 3 വീഡിയോ വരും. 11 മണിക്ക് ചൊവ്വ, വ്യാഴം, ശനി എന്ന ദിവസങ്ങളിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. ഡെയിലി വീഡിയോസ് ചെയ്യാൻ എല്ലാവരും പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് വരാം കേട്ടോ. ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. ഇപ്പോൾ സാഹചര്യം നമുക്ക് മോശമാണ്, അതുകൊണ്ടാണ് അങ്ങനെ എനിക്കിപ്പോൾ പറ്റുന്ന അവസ്ഥയിലൂടെ അല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ നിമിഷം കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ താരം ഈ മാസ്കിൻ ടേപ്പാണ് കേട്ടോ. മാസ്കിൻ ടേപ്പ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഒരു പശയുള്ള ഒരു ടേപ്പ്, അപ്പോൾ അതാണ് മാസ്കിൻ ടേപ്പ്. അപ്പോൾ ഞാൻ മാസ്കിൻ ടേപ്പ് നീളത്തിൽ കുപ്പിയിൽ ഒരു ഭാഗത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നീളത്ത് കുപ്പിയുടെ അറ്റം വരെ ഒട്ടിച്ചു. ഇതുപോലെ കുറച്ച് അകലത്തിലായിട്ട് നമ്മളൊരു 4 ടേപ്പോളം ഒട്ടിക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് ഒക്കെ നോക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ വെച്ച് അളന്ന് നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും നോക്കുന്നില്ല, നേരെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ഏകദേശ രൂപത്തിൽ. കുപ്പിയല്ലേ, അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ ബേസ് കോട്ട് ഞാൻ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റിൽ ഞാൻ ആ മാസ്കിൻ ടേപ്പ് അല്ലാത്ത ഭാഗത്ത് നമ്മൾ റെഡ് കളർ കൊടുക്കുക. അതായത് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കാത്ത ഭാഗത്ത് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നു. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ആ മാസ്കിൻ ടേപ്പ് ഇല്ലാത്ത ഭാഗത്തൊക്കെ റെഡ് കളർ കൊടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് റെഡ് എന്ന കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റ് റെഡ്. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വൈറ്റ് റെഡ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് ബേസ് കുപ്പിയിൽ നമ്മൾ റെഡ് കളർ കൊടുത്തു. ഇനി ഈ മാസ്കിൻ ടേപ്പ് ഉണങ്ങിയതിന് ശേഷം, പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം മാസ്കിൻ ടേപ്പ് വലിക്കുക കേട്ടോ. ഇതുപോലെ കണ്ടോ, ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടും. ആ ഒരു പെയിൻറ്റൊക്കെ കറക്റ്റ് രീതിയിൽ കിട്ടും. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബ്രഷ് എടുക്കുക, സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് കൊടുക്കുക. പതിയെ വൈറ്റും റെഡും കൂടെ എടുത്തിട്ട് ഫിനിഷിംഗ് ഒക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. കുപ്പിയുടെ മുകൾ ഭാഗത്തോട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും വേണമെങ്കിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കണില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പകലെടുത്ത വീഡിയോ, രാത്രിയിലാണ് കുറച്ച് ഭാഗം എടുക്കുന്നത്. അപ്പോൾ ആ വിഷ്വലൊക്കെ മാറിയിട്ടുണ്ടാവും, കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇരുട്ടിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയും കൂടെ തീർക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുകയാണ്. ഈ 2-3 ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, 3 ഭാഗത്തായിട്ട് പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റില്ലേ, അതൊന്ന് ഹാർട്ട് രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാർട്ട് ഷേപ്പ് രൂപത്തിൽ ഇപ്പോൾ കട്ട് ചെയ്തത് നമുക്ക് സ്റ്റിക്കേഴ്സ് കിട്ടും. അതുണ്ടെങ്കിൽ അത് ഒട്ടിച്ചാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ, വലിയ പാടൊന്നുമില്ല. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഗ്ലിറ്റർ ടൈപ്പ് റെഡ് കളർ ഫോം ഷീറ്റ്. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ റെഡ് കളറിലെ ഒരു റിബൺ എടുത്തിട്ട് ബോ പോലെ വെക്കണം. അപ്പോൾ റിബൺ ഞാൻ ഒട്ടിച്ചെങ്കിലും എനിക്ക് ആദ്യം ഒട്ടിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നീട് അരച്ച ഒരു റിബണിൻ്റെ ഒരു കുറവ് എവിടെയോ കാണണം. അപ്പോൾ ഞാൻ റിബൺ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ റിബൺ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈസി അല്ലേ? അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇതൊരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാം. അത് വെച്ചിട്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് ഇൻസ്റ്റ, ഫേസ്ബുക്ക് പേജ്, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അയച്ചു തരിക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.